എല്ലാവർക്കും ലൂമിൻസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ഇവിടുന്ന് നേരെ ഏറ്റുമാനൂർ ക്ഷേത്രം, ചോറ്റാനിക്കര, ഗുരുവായൂർ, കാടാമ്പുഴ, പളനി, മധുര. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടെമ്പിളിൽ നമ്മൾ എത്തിയേക്കാണ്. ചങ്ങനാശ്ശേരിയിലുള്ള ഒരു അമ്പലം തന്നെയാണ്, പെരുന്നാൾ ടെമ്പിളാണ്. ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഹോട്ട് സീറ്റ് ഇരിക്കുന്നത് എൽദോപ്പിയാണ്. നമ്മുടെ ലൂമിനസിൻ്റെ ഒരു മെയിൻ ഹൃദയമാണ്, പുള്ളിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അതിൻ്റെ ഇടയിൽ മലയാറ്റൂർ പോകുന്നവരാണോ അതോ കസേകാലത്തിന് പോകുന്നവരാണോ എന്നറിയില്ല. കുറേ ജനങ്ങളുണ്ട്, ക്യൂവായിട്ട് വഴികൾ പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാവക്കാട് റോഡ് വഴിയാണ് പോകുന്നത്, തിരുനെല്ലി ചാവക്കാട് റോഡ്. പിന്നെ ഗുരുവായൂർ ഇന്ന് സ്റ്റേ ആണ്. നാളെ രാവിലെ വണ്ടി അവിടെ നിന്ന് പോകും. അപ്പോൾ നമ്മൾ കാടാമ്പുഴ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ നേരെ കാടാമ്പുഴ അമ്പലത്തിലേക്കാണ് വന്നത്. പിന്നെ അടുത്ത ഞങ്ങൾക്ക് ഇവിടെ നേരെ ഡയറക്റ്റ് പളനിയാണ്. ബാക്കിയുള്ള വീഡിയോസ് വഴിയിലൂടെ കാണിക്കും. ഓക്കെ, അങ്ങനെ വളാഞ്ചേരി എത്തി. ഭയങ്കര ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ് വളാഞ്ചേരി. നമ്മൾ വണ്ടി നിർത്തിയെടുത്ത് നല്ല ഷാപ്പും ഉണ്ട് കേട്ടോ. കള്ള് വേണ്ടവർക്ക് കുടിക്കാൻ പറ്റും. ഈ സ്ഥലത്തിൻ്റെ പേര് വള്ളിക്കോട് ജംഗ്ഷൻ, മുട്ടിക്കുളങ്ങര എന്ന് പറയും. കുളങ്ങര എത്തിയതാണ് വണ്ടി നിർത്തി. ഇവിടുന്ന് പാലക്കാട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടുന്ന് മൊത്തത്തിൽ പളനി വരുന്ന 130 കിലോമീറ്റർ മൊത്തം വരും. അപ്പോൾ പളനിക്ക് പോകുന്ന വഴിക്കുള്ള വീഡിയോസൊക്കെ കാണിച്ചു തരാം. എപ്പോഴും ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് പറ്റുന്ന പോലെ വീഡിയോസ് നമ്മളെടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോഴേ 11 മണി 12 മണി ആയപ്പോൾ വണ്ടി എടുത്താണ്. വഴി വഴിക്കുന്ന ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. തോട്ടിയാണ് അവിടെ നിന്ന് കത്തി അടിച്ചുകൊണ്ടിരിക്കുക, കണ്ടില്ലേ എൽദോപ്പി. എന്തോ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്, എന്നാണെന്നറിയത്തില്ല. അപ്പോൾ അജയ് അങ്ങോട്ട് ചെന്നുണ്ട്, എന്താ അവിടെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ തമിഴ്നാടിൻ്റെ സീല് വെച്ച് അജയ് ഇതാണ്ട് വണ്ടിയിലേക്ക് കയറുന്നു. ശരിക്കും നമ്മൾ പെർമിറ്റൊക്കെ എടുത്ത് നേരെ തമിഴ്നാട് ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ രസമാണെന്നറിയോ, സ്ഥലങ്ങളും റോഡുകളും കാണാൻ. വണ്ടി ഓടിക്കാൻ തന്നെ മനസ്സിന് സുഖം വരും ഇതിൽ പോകുമ്പോൾ. പെർമിറ്റ് എടുത്ത സ്ഥലം ഗോപാലപുരമാണ്. ഗോപാലപുരത്തിൽ നിന്ന് നമ്മൾ നേരെ പൊള്ളാച്ചി വഴി പളനിയാണ് നോക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് നല്ല രസങ്ങളാണ് കാണാനൊക്കെ ആയിട്ട്. വിമ്മിലൊക്കെ ഒരുപാടുണ്ട്. അത് വണ്ടിയിൽ നിന്ന് ക്യാമറയിൽ കണ്ടിട്ട് കാര്യമില്ല, നമ്മൾ നേരിട്ട് പോകണേ നമുക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. കാര്യങ്ങളൊക്കെ നോക്കണം. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പഴയ ഇന്നിപ്പോൾ അമ്പലത്തിലേക്ക് തിരക്കുണ്ടെന്ന് തോന്നുന്നു. വഴിയിലൊക്കെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഉടനെ നമുക്ക് അവിടെ എന്നാലും പാർക്കിങ്ങിൻ്റെ അവിടെ ചെല്ലണം. റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ ഇറക്കാൻ താമസം. പിന്നെ ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈമാവും. അങ്ങനെ നമ്മളെ മുരുകൻ്റെ പളനിമലയുടെ അടുത്തെത്തി. ഇനിയിപ്പോൾ കുറച്ച് ദൂരങ്ങളേ ഉള്ളൂ. അപ്പം അവിടെ ചെല്ലുന്നിട്ട് ബാക്കി ഇവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് വണ്ടിയൊക്കെ ഒന്ന് നോക്കണം. ഇത്രയും ദൂരം ഓടി വന്നതല്ലേ, ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവരൊക്കെ കിലോമീറ്ററോളം നടന്ന് വന്ന് മുരുകനെ കാണുന്ന ഭക്തജനങ്ങളാണ്. നമ്മളൊക്കെ ഇന്ന് വണ്ടിയിൽ വന്നേക്കുന്ന ദർശനത്തിന് വേണ്ടി. ഇപ്പോൾ ഇവരൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ ആയിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. നടന്നു വരുന്നതാണ് മല കയറാൻ വേണ്ടി. പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴികൾ ചെറിയ വഴികളാണ്, അതാണ് ഇച്ചിരി ടൈം എടുക്കുന്നത്. നമ്മൾ പളനിയിലെത്തി. ഇപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ റെഡിയായി. അവർ കസ്റ്റമറെല്ലാം അങ്ങോട്ട് പോയതേ ഉള്ളൂ. നമ്മുടെ വണ്ടി ബസ് അവിടെ കിടപ്പുണ്ട്. അതായത് നമ്മുടെ പളനിമലയുടെ തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ വണ്ടിക്ക് പാർക്കിംഗ് കിട്ടിയിരിക്കുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ടാണ്. അപ്പം
അങ്ങനെ നമ്മുടെ മുരുകൻ്റെ മലയുടെ താഴെ തന്നെ പാർക്കിങ്. നമ്മുടെ വണ്ടി കിടക്കുന്ന കണ്ടോ. ഞങ്ങൾ റൂമിലേക്ക് പോവാം. ഞങ്ങളൊരു റൂം നമുക്കില്ല, എന്നാലും ഞങ്ങൾ റൂം എടുത്താണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് റൂമിലേക്ക്. അപ്പം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അവിടെ നിന്ന് എൽദോപ്പി വാന്ന്. അപ്പം എന്നാലും റൂമിൽ പോകണം. ഞങ്ങൾ ഇച്ചിരി കുടിവെള്ളം കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അജയ് എൽദോയും എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ ദിവസം കൂടി റൂം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് റൂം കിട്ടി. ഇവിടെ വന്നപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉറക്കം കാര്യങ്ങളൊക്കെ ശരിയായിട്ടില്ല. ഡെയിലി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റൂമിൽ വന്നു, എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ റൂം ഇതാണ്. ഞാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം. അപ്പോൾ റൂം നോക്കിക്കഴിഞ്ഞ് നിങ്ങളെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്ത് അപ്പോൾ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. റൂമിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പളനി വരുന്നവർക്ക് ഏറ്റവും സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു സൗകര്യമുണ്ട്. റൂമും ഇവിടെ ഹാളും റൂമും എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ റൂം കിട്ടിയേക്കുന്നത് ഇവിടെയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡ് റൂമാണ്. പാർട്ടിക്കാർ മേളിലുണ്ട്, നല്ല മേളിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ പളനിയിൽ നിന്ന് ഫ്രഷ് റെഡിയായി. ഇനിയിപ്പം മധുരയ്ക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അജയൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക. മധുര പിടിക്കണം. അങ്ങനെ എല്ലാവരും വണ്ടി കയറാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കണം. ഞങ്ങൾ മധുരയ്ക്ക് പോകുന്ന വഴിയാണ്. ഇത്രയും ദിവസം വെജിറ്റേറിയൻ കഴിച്ചിട്ട് എല്ലാവർക്കും നോൺ വെജ് കഴിക്കണമെന്നൊരാഗ്രഹം കൊണ്ട് ഞങ്ങൾ ചെറിയ കടയിലേക്ക് പോകും. കുറച്ച് പേര് വെജിറ്റേറിയൻ കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ മധുരയിലെത്തി. മധുരയിൽ എല്ലാവരും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ബസ് വരും. മധുര മീനാക്ഷി ടെമ്പിളിലേക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ വേറെ വണ്ടി കയറി അവർ പോകുന്നു. വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. പിന്നെ 24-ാം തീയതി ഊട്ടി ഉണ്ട് കേട്ടോ. നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ മധുരയിൽ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തേനിയൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി ഒരുക്കിയതാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ വണ്ടി ഇട്ട് എടുക്കുന്ന ഹോട്ടലിൽ കുറച്ച് പേര് വരുന്നുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. ഇനി നേരെ ചങ്ങനാശ്ശേരി. നൈറ്റ് ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം തന്നെയാണ് കേട്ടോ. നമ്മൾ തിരിച്ചെത്തിയേക്കുവാണ്. നമുക്ക് ഇത്ര നാൾ പോയിട്ട് അത്യാവശ്യം നല്ല അടിപൊളി മെമ്പേഴ്സുമാരാണ് കിട്ടിയത്. നല്ല പാർട്ടിക്കാരായിരുന്നു. എല്ലാത്തിനും സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ഇറക്കി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ നിന്ന് നേരെ ഇനി ഷെഡിലേക്കാണ്. ഇനി ഇതുപോലൊരു ട്രിപ്പിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.